നമസ്കാരം. ഇന്ത്യക്കെതിരെ വീണ്ടും ആരോപണവുമായി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ലോകത്ത് തന്നെ വളരെ ഉയർന്ന തീരുവ പിരിക്കുന്ന രാജ്യമാണെന്നും അതിനാൽ തന്നെ US ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നുമാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ആരോപണം. ഇന്ത്യ ഞങ്ങളിൽ നിന്ന് വലിയ തീരുവ ഈടാക്കുന്നു, ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവകളിൽ ഒന്നായിരുന്നു അത്. അതുകൊണ്ടാണ് US ഇന്ത്യയുമായി കൂടുതൽ വ്യാപാരം നടത്താതിരുന്നതെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ഇന്ത്യ US നല്ല രീതിയിൽ വ്യാപാരം നടത്തിയിരുന്നതായും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ നിന്നും US ഉയർന്ന തീരുവ ഈടാക്കാത്തതിനാലാണ് ഇത് സാധ്യമായതെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇതിന് ഉദാഹരണമായി ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ട്. 200% തീരുവ ചുമത്തിയിരുന്നതിനാൽ ബൈക്കുകൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. അതിനാൽ കമ്പനിക്ക് ഇന്ത്യയിൽ പ്ലാന്റ് സ്ഥാപിക്കേണ്ടി വന്നു. ഇപ്പോൾ അവർക്ക് ഉയർന്ന തീരുവ നൽകേണ്ടി വരുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയുടെ മേൽ 50% തീരുവ ഉയർത്തിയ സാഹചര്യം, SCO ഉച്ചകോടിയിൽ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള പുതിയ നയതന്ത്ര ബന്ധം, റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കാത്ത സാഹചര്യം എന്നിവയൊക്കെ മുന്നിൽ നിൽക്കെയാണ് ഇന്ത്യക്കെതിരെ വീണ്ടും ട്രംപിന്റെ കടന്നാക്രമണം. ട്രംപിന്റെ ഭരണത്തെയും അദ്ദേഹം പിന്തുടരുന്ന നയങ്ങളെയും എതിർത്തും അനുകൂലിച്ചും ലോകമെമ്പാടും വ്യാപകമായ ചർച്ചകൾ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വശത്ത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാനം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ എങ്ങും എത്താത്ത സാഹചര്യമുണ്ട്. ഇതിനിടയിലൂടെ SCO ഉച്ചകോടിയിൽ ഇന്ത്യ, ചൈന, റഷ്യ എന്നിവർ തമ്മിലുണ്ടായ അടുപ്പവും അതുണ്ടാക്കുന്ന പുതിയ ലോകക്രമവും US ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ ഘട്ടത്തിലൊക്കെയും ഇന്ത്യക്ക് മേൽ വീണ്ടും ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെയും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കൂടി ഇന്ത്യയോട് നടത്തിയിരുന്ന വ്യാപാരത്തെക്കുറിച്ചും പരാമർശങ്ങൾ നടത്തിയിരുന്നു. സ്വന്തം രാജ്യത്തുനിന്ന് ഉയരുന്ന രൂക്ഷമായ വിമർശനങ്ങളും ഇതേ സമയം ട്രംപിനെ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇങ്ങനെ പലകൂട്ടം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ട്രംപും US ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം ട്രംപ് വലിയ എന്തോ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് എന്ന തരത്തിൽ അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ട്രംപ് ഇന്ത്യക്കെതിരെ വീണ്ടും തിരിയുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു US ഫെഡറൽ അപ്പീൽ കോടതിയുടെ സുപ്രധാന വിധി. ഇത് കഴിഞ്ഞ ദിവസമാണ് വന്നത്. അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ച ട്രംപ് ഭരണകൂടം ചുമത്തിയ മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തുന്നുണ്ട്. ഈ വിധിയെ ട്രംപ് രാജ്യത്തിന് പൂർണ്ണ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ വ്യാപാര നയങ്ങളുടെ കാതലിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഫെഡറൽ അപ്പീൽ കോടതിയുടെ തീരുമാനം. തന്റെ ഭരണകാലത്ത് വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി ട്രംപ് വൻതോതിലുള്ള താരിഫുകൾ വിവിധ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്നു. ദേശീയ സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അടിയന്തര അധികാരങ്ങൾ പ്രയോഗിച്ച ഈ നടപടികൾ നടപ്പാക്കിയിരുന്നത്. എന്നാൽ ഈ അധികാരങ്ങളുടെ വ്യാപ്തിയും നിയമസാധുതയുമാണ് കോടതിയുടെ വിധിയിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു പ്രസിഡന്റിന് പ്രത്യേക സാഹചര്യങ്ങളിൽ നിയമനിർമ്മാണ സഭയുടെ അംഗീകാരമില്ലാതെ എത്രത്തോളം അധികാരം ഉപയോഗിച്ച് നയങ്ങൾ നടപ്പാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ വിധി എന്തായാലും വഴിയൊരുക്കിയിരുന്നു. കോടതിയുടെ കണ്ടെത്തലുകൾ ഭാവിയിൽ US വ്യാപാര ബന്ധങ്ങളിലും സമാനമായ താരിഫ് നടപടികളിലും ഗണ്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ കോടതി വിധിയെ അംഗീകരിക്കാത്ത ട്രംപിന്റെ ചില പരാമർശങ്ങളും ഇതിന് പുറകെ വന്നിരുന്നു.